കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നായിരുന്നു. കുഞ്ഞ് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് മഴയത്ത് കളിക്കാൻ പോയപ്പോഴേക്കും ഹിയറിംഗ് എയ്ഡ് ഫുള്ളും വെള്ളമായി. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ മഴക്കാലം ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന മഴയൊക്കെ ഉള്ളതുകൊണ്ടേ ഇവിടെ ഏറ്റവും ഉപയോഗിക്കാൻ അനുയോജ്യമായത് ഏത് ടൈപ്പ് ഹിയറിംഗ് എയ്ഡാണ്? ഈ ഹിയറിംഗ് എയ്ഡ് ഇങ്ങനെ വെള്ളത്തിൽ വീണ് കേടാവുന്നത് ഒരു ഇടയ്ക്കിടയ്ക്ക് പല പേഷ്യൻ്റ് പറയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മുടെ ഇപ്പോൾ കേൾവി സഹായികൾ ഒരുപാട് ഉണ്ട്. ഇപ്പോൾ എഐ അത് ഇത്. പക്ഷേ ശരിക്കും ഇത് എവിടെന്നാ തുടങ്ങിയത്? ആദ്യം എന്തായിരുന്നു ഈ കേൾവി സഹായി അതിന് ഉപയോഗം പകരമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം എന്ന് പറയുമ്പോൾ? ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിക്കലി. അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ പണ്ട് ഇയർ ട്രംപറ്റ്സ് അങ്ങനെയൊക്കെ പറയും. നമ്മുടെ കോളാമ്പിയില്ലേ, അതുപോലെ ഒരു ചെറിയൊരു പീസാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മളത് ചെവിയിൽ ഇങ്ങനെ പിടിക്കണം. 1900s അല്ലെങ്കിൽ അതിന് മുന്നേയും അതൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വന്നതായിരുന്നു ഈ പറഞ്ഞ ട്രാൻസിസ്റ്റർ ഹിയറിംഗ് എയ്ഡ്സൊക്കെ വന്നത്. അതെനിക്ക് തോന്നുന്നു 1950s ആ ഒരു ടൈമിലാണ് ട്രാൻസിസ്റ്റർ ഹിയറിംഗ് എയ്ഡ്സൊക്കെ വന്നത്. അതാണ് നമ്മൾ അനലോഗ് നമ്മൾ പറയും. അനലോഗ് ബോഡി വോൺ ഹിയറിംഗ് എയ്ഡ്, അല്ല നമ്മുടെ പോക്കറ്റ് മോഡൽ വരുന്നത്. അത് നമ്മൾ പോക്കറ്റിൽ വെക്കും, അവിടെ നിന്നൊരു വയർ വന്ന് ചെവിയിൽ കണക്ട് ചെയ്യും. ഇതൊക്കെ 1950s മുതലേ അവൈലബിൾ ആണ്. കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ടാകും. ഇന്നിപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് വന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു നിന്ന ഒരവസ്ഥയിലാണ് വരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 60s ആയപ്പോഴത്തേനും, അല്ല ലേറ്റ് 60s ആയപ്പോഴത്തേനും നമുക്ക് അനലോഗിൻ്റെ തന്നെ BT പോലത്തെ അല്ല ചെവിയുടെ പുറമേ വെക്കുന്ന കൂട്ട് ഹിയറിംഗ് എയ്ഡ്സ് വന്നു. അത് ലേറ്റ് 60s അത് വന്നത്. അതിനുശേഷം ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത് എനിക്ക് തോന്നുന്നു 1990s ഒരു ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് വന്നത്. അതുവരെ നമുക്കുണ്ടായിരുന്ന പറഞ്ഞാൽ ഈ ബോഡി ലെവൽ ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ പോക്കറ്റ് മോഡൽ ഹിയറിംഗ് എയ്ഡ്സ്, പിന്നെ ഈ BTs ജസ്റ്റ് ഒരു അനലോഗ് ടെക്നോളജിയാണ്. അതായത് സൗണ്ട് വരുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. അതിപ്പം എന്താണെങ്കിലും, അതിപ്പം നമ്മൾ സംസാരിക്കുന്ന സ്പീച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വണ്ടി പോകുന്ന ബഹളമാണെങ്കിലും ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിന് ലീനിയർ ഹിയറിംഗ് എയ്ഡ്സ് ആണ് നമ്മൾ ജനറലി പറയാറ്. അപ്പം ഇത് ലീനിയർ ആംപ്ലിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ സൗണ്ടും ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യും. ഇപ്പോൾ ഞാൻ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഡൈനു എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം ഡൈനു സംസാരിക്കുന്നത് ആംപ്ലിഫൈ ചെയ്യും. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ബഹളങ്ങൾ, അല്ല ചുറ്റിലുള്ള എന്തൊക്കെ സൗണ്ട്സ് ഉണ്ട് അതെല്ലാം ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതേ സെനാരിയോ നമ്മൾ ഒരുപാട് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കുന്ന പോലെ ഇരിക്കും. അപ്പം എഫക്റ്റ് വരുമ്പോഴത്തേനും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം ചില സൗണ്ട്സ് നമ്മുടെ സംസാരത്തെ മാസ്ക് ചെയ്യും ആംപ്ലിഫൈ ചെയ്ത് വരുമ്പം. അപ്പോൾ അത്രയ്ക്കൊരു ക്ലാരിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ് ഈ അനലോഗ് ഹിയറിംഗ് എയ്ഡ്സിന്. അങ്ങനെ 90s വന്നപ്പോഴാണ് നമുക്കൊരു ഈ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത്. ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് പറഞ്ഞാൽ കുറേ കൂടെ പ്രോഗ്രാമബിൾ ഹിയറിംഗ് എയ്ഡ്സ് ആണ്. അതായത് നമ്മുടെ ഒരു ഹിയറിംഗ് ലോസ് പാറ്റേൺ ഉണ്ടാവും. ഓരോരുത്തരുടെയും നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. ചിലർക്ക് സ്ലോപ്പിംഗ് ആയിരിക്കാം, ചിലർക്ക് ഫ്ലാറ്റ് ആയിരിക്കാം, ചിലർക്ക് അപ്വേർഡ് റൈസിങ് ആയിരിക്കാം, ചിലർക്ക് സോസർ ഷേപ്പ് വരാം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി നമ്മുടെ ഓഡിയോഗ്രാമിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. ചില ഫ്രീക്വൻസീസിൽ നമുക്ക് വേണമെങ്കിൽ കുറവ് ആംപ്ലിഫിക്കേഷൻ കൊടുക്കാം, ചില സ്ഥലത്ത് കൂടുതൽ കൊടുക്കാം, ഡിപ്പെൻഡ്സ്. അപ്പോൾ അത് നോൺ ലീനിയർ ആംപ്ലിഫിക്കേഷനാണ് ബേസിക്കലി ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത്. ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിൽ നമുക്ക് കുറേ കൂടെ സൗണ്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിരിക്കുന്ന എൻവയോൺമെൻറ്റിൽ ഇപ്പം സംസാരമുണ്ട്, ഫോർ എക്സാമ്പിൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്പീച്ചുണ്ട്, അതുപോലെ തന്നെ നോയ്സും ഉണ്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ സ്പീച്ചിന് കുറച്ചും കൂടി ഒരു ആംപ്ലിഫിക്കേഷൻ അല്ലെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നോയ്സിനെ കുറച്ചും കൂടി ഒന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, നോയ്സിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സംസാരത്തിനൊരു ക്ലാരിറ്റി വരും. ഇതായിരുന്നു ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ്. ഇപ്പോൾ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് 90s മുതൽ അവൈലബിൾ ആയി തുടങ്ങി. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ BTs മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സിൽ. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന RIC, റിസീവർ ഇൻ ദി കനാൽ എന്ന് പറയുന്ന ഹിയറിംഗ് എയ്ഡ്സ് വന്നേക്കുന്നത്. അത് വന്നപ്പോൾ തന്നെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ്സ് തന്നെയാണ് ഉള്ളത്. പിന്നെ കനാൽ ഹിയറിംഗ് എയ്ഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന പ്രൊഡക്ട്സ്, നമ്മൾ ചെവിയുടെ അളവെടുത്ത് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അത് മുന്നേ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഡിജിറ്റൽ മെഷീൻസ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ മുന്നോട്ട് വന്നപ്പോഴത്തേനും, അതായത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സിൽ ഇപ്പം കനാൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ചെറിയ ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. ഇപ്പം മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഇത് പുറത്തുനിന്ന് കാണുന്ന ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എപ്പോഴും ഒരു കനാൽ പ്രൊഡക്ട്സ് കൊടുക്കാം.
അതിൽ CIC ഉണ്ട്, IIC ഉണ്ട്. IIC എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ഇൻ ദി കനാൽ എന്ന് തന്നെയാണ് പറയുന്നത്. അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഹിയറിംഗ് എയ്ഡ്സ്. പിന്നെ ഇതിനകത്തൊരു ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കനാലിൻ്റെ സൈസ് പോലെ ഇരിക്കും. കാരണം ഈ കനാൽ ഹിയറിംഗ് എയ്ഡ്സ് നമ്മളെപ്പോഴും കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ് ആണ് നമ്മളതിന് പറയാറ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെവിയുടെ അളവെടുത്തിട്ടാണ് നമ്മൾ ഇത് ഒരാൾക്ക് കസ്റ്റം ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ ചെവിയുടെ കനാലിൻ്റെ സൈസ് കുറവാണെങ്കിൽ ഹിയറിംഗ് എയ്ഡിൻ്റെ സൈസും കുറഞ്ഞിരിക്കും. ചെവിയുടെ സൈസ് വലുതാണ്, അല്ല കനാലിൻ്റെ സൈസ് വലുതാണെങ്കിൽ അതേ സൈസിലായിരിക്കും ഹിയറിംഗ് എയ്ഡ്സ് വരിക. തീരെ നാരോ കനാലുള്ളവർക്ക് നമുക്ക് പൊതുവേ ഈ കനാൽ അല്ലെങ്കിൽ കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, തീരെ നാരോ കനാലൊക്കെ വരുമ്പോഴത്തേനും. പിന്നെ അത് കൂടാതെ ഇപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ബ്ലൂടൂത്ത് വന്നു. എനിക്ക് തോന്നുന്നു ഒരു 2010 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിൽ ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ മൊബൈൽ ഫോൺ ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ഇതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിന് ഇതുപോലെ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതുപോലെ അന്ന് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാറില്ല. അന്ന് പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻ്റർനെറ്റ് ഫീച്ചേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ്റർനെറ്റ് ഉപയോഗം അത്രയ്ക്കൊരു നോർമൽ ജനറൽ പോപ്പുലേഷനിലേക്ക് നമുക്ക് ആ ഒരു ലെവൽ, ഇന്നത്തെ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്നും ബ്ലൂടൂത്ത് ഉണ്ട്. അന്ന് കൂടുതലും നമുക്ക് ഈ ഐഫോൺസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഐഫോണിൻ്റെ വെർഷൻ ഓഫ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് പറയും, ആ ഒരു വെർഷനാണ് ആദ്യം വന്നിരുന്നത്. അപ്പം നമുക്കൊരു 2010 മുതൽ ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്. റീചാർജബിലിറ്റി വന്ന് തുടങ്ങിയത്, അതായത് റീചാർജബിൾ ബാറ്ററീസ് യൂസ് ചെയ്ത് തുടങ്ങിയത് എനിക്കൊന്നൊരു 2015-16 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് വന്നത്. അതിന് മുന്നേ റീചാർജബിലിറ്റി ഉണ്ടായിരുന്നു. അത് പക്ഷേ അന്നത്തെ പോലെ തന്നെ ബട്ടൺ സെൽസ് അല്ലെങ്കിൽ ഈ നമ്മുടെ സിങ്ക് എയർ ബാറ്ററീസ്, റിമൂവബിൾ എക്സ്ചേഞ്ചബിൾ ബാറ്ററീസ് തന്നെ റീചാർജബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ കൂടെ കോസ്റ്റ്ലി ആയിരുന്നു. ആ ബാറ്ററിക്ക് ഒരു ലൈഫ് സൈക്കിളുണ്ട്, ഇത്രയും ടൈമേ അതിൻ്റെ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വന്നതാണ് ഇപ്പോൾ നമുക്കുള്ള ലിഥിയം അയൺ യൂസ് ചെയ്ത് റീചാർജബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത്. അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്, എക്സ്പെൻസ് അല്ലെങ്കിൽ അതിന് കോസ്റ്റ് കുറവാണ് കമ്പയർഡ് ടു പഴയ നമ്മുടെ ബാറ്ററീസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ചില ഹിയറിംഗ് എയ്ഡ്സ് എനിക്ക് തോന്നുന്നു 85 ഒരു ഒറ്റ റീചാർജിൽ നമുക്ക് 80 അവേഴ്സൊക്കെ വരെ കിട്ടുന്ന ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, എനിക്കൊന്ന് മിനിമം അല്ലെങ്കിൽ ഒരു ആവറേജ് എങ്ങനെ പോയാലും നമുക്കൊരു 20 to 25 അവേഴ്സ് ഒരു റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ്. ഇപ്പം ഹിയറിംഗ് എയ്ഡിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയുടെ സൈസും കൂടുതലായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി അത് റൺ ടൈം അതിന് കൂടുതൽ കിട്ടും. അതേസമയം ഹിയറിംഗ് എയ്ഡ്സിൻ്റെ സൈസ് ചെറുതാണ്. ഇപ്പോൾ കനാലിൽ ഞാൻ പറഞ്ഞ പോലെ കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ് വരുന്നതിലൊക്കെ ചെറിയ ബാറ്ററീസ് ആയിരിക്കും വരിക. അങ്ങനെ വരുന്ന ഹിയറിംഗ് എയ്ഡ് സൈസ് ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയുടെ സൈസും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് റൺ ടൈമും കുറവായിരിക്കും. എന്നാലും എങ്ങനെ പോയാലും നമുക്കൊരു 20 അവേഴ്സ് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൺ ആൻ ആവറേജ്. ഇത് യൂസ് ചെയ്യുന്ന ടൈമാണോ അതോ നമ്മൾ വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവേഴ്സ് ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അല്ല, നമുക്ക് റൺ ടൈമാണ് പറയുന്നത്, യൂസ് ചെയ്യാൻ പറ്റുന്ന അവേഴ്സാണ് പറയുന്നത്. നമ്മൾ നോർമലി ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ വെക്കാറില്ല. അപ്പം മുന്നത്തെ ഹിയറിംഗ് എയ്ഡ്സൊക്കെ എക്സ്ചേഞ്ചബിൾ ബാറ്ററീസ് ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കായിരുന്നു. ഇപ്പോൾ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് ആകുമ്പോൾ നമുക്ക് ബാറ്ററി ഡോർ ഓപ്പൺ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് മാനുവലി ഓഫ് ചെയ്യാൻ പറ്റും, അതിനൊരു സ്വിച്ച് ഉണ്ടാവും, അത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെക്കുമ്പോഴത്തേനും ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവില്ല. അങ്ങനെ നമുക്കൊരു 20 അവേഴ്സ് റൺ ചെയ്യാൻ പറ്റും. ഇതാണ് നോർമൽ ഒരു റൺ ടൈം അവർ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് റീചാർജബിലിറ്റിയും ബ്ലൂടൂത്തും കൂടെ വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനറലി അറിയാം ബ്ലൂടൂത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി മീഡിയ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ നോർമൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ ഓൾസോ. അപ്പം ഒരു ബ്ലൂടൂത്തും റീചാർജബിലിറ്റി ഉള്ള ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ ഒരു ആവറേജ് റൺ ടൈം നമ്മൾ 20 പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്തുമാത്രം ബ്ലൂടൂത്ത് വഴി ആക്റ്റീവായിട്ട് അത് മീഡിയ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം എങ്ങനെ പോയാലും ഒരു 5 അവേഴ്സ് കുറയാം, 6 അവേഴ്സ് കുറയാം. ഡിപ്പെൻസ് ഓൺ ദി നമ്പർ ഓഫ് അവേഴ്സ്. നമ്മൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്ന അവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. അപ്പം ഓരോ കമ്പനിക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡൈസ്ഡ് നമ്പേഴ്സ് ഉണ്ട്. ഇത്ര മണിക്കൂർ, ഇപ്പോൾ നിങ്ങൾ 5 മണിക്കൂർ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും അവേഴ്സ് അതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിയുമ്പം നമ്മൾ റീചാർജ് ചെയ്യണം എന്ന് തന്നെ ആദ്യമേ അവർ പറയും. അപ്പം ഓരോ ഡിഫറെൻറ്റ് മോഡൽസിന് റൺ ടൈം വ്യത്യാസം ഉണ്ടാവും, ഡിഫറെൻറ്റ് കമ്പനീസിനും റൺ ടൈം വ്യത്യാസം ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ബ്ലൂടൂത്ത് വന്നതിന് ശേഷം റീചാർജബിലിറ്റി വന്നു. റീചാർജബിലിറ്റി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലാണ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഇതുപോലെ എക്സ്പ്ലോഡ് ചെയ്തത്. അപ്പോഴത്തേന് വന്ന കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് ടെലി കെയർ അല്ലെങ്കിൽ ടെലി ഓഡിയോളജി എന്നൊക്കെ നമ്മൾ പറയും. അതായത് പേഷ്യൻ്റ് എവിടെയാണെങ്കിലും അവർക്ക് ആക്ച്വലി ക്ലിനിക്കിൽ വരാതെ തന്നെ ഈ പറയുന്ന ഫൈൻ ട്യൂണിങ്സ് അല്ലെങ്കിൽ ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഹിയറിംഗ് എയ്ഡ്സ് അറിയാമല്ലോ, അതായത് അതൊരു ജസ്റ്റ് നമ്മൾ ഒരു പേഷ്യൻറ്റിന് കൊടുത്തു, അതോടെ നമ്മൾ പറഞ്ഞ പോലെ അതോടെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിന്നു, അങ്ങനെയല്ല. നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വാങ്ങുവാണെങ്കിൽ അതിന് റെഗുലർ സർവീസ് ഉണ്ട്, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഫൈൻ ട്യൂണിങ്സ് വരാറുണ്ട്. അപ്പം അതൊരു റെഗുലർ കോൺടാക്റ്റ് ആണ്. റെഗുലർ കോൺടാക്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 in 3 months ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ആ ഓഡിയോളജിസ്റ്റിനെ പോയി കാണണം. കണ്ട് അതിൻ്റെ അകത്ത് ഫൈൻ ട്യൂൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാക്സ് ഡെബ്രീസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം, ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ഇനി അതല്ല അവർക്കൊരു ജനറൽ സർവീസിന് അയക്കണമെങ്കിൽ ജനറൽ സർവീസിന് അയക്കാം. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പം ആഫ്റ്റർ സെയിൽ സർവീസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ കാര്യത്തിൽ. ആക്ച്വലി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ സർവീസ് ടൈം, അതിൻ്റെ സർവീസ് ഡിലേയ്സ്, എന്ത് ഫ്രീക്വൻ്റ് ആയിട്ട് സർവീസ് വരുന്നുണ്ട്, റിപ്പയർ, റിപ്പയർ. അപ്പോൾ അത് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. എനിക്കൊന്ന് അതിൽ എപ്പോഴും ആ ഒരു ഓഡിയോളജിസ്റ്റിനായിരിക്കും അവരെ എപ്പോഴും പ്രോപ്പർലി, അല്ല അവർ കാണുന്ന ഓഡിയോളജിസ്റ്റ് ആയിരിക്കും അവരെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അപ്പം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഇതിനിടയ്ക്കാണ് ഈ ടെലി ഓഡിയോളജി വന്നത്. അപ്പം ടെലി ഓഡിയോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും യൂസ് വന്നത് നമുക്കൊരു കൊറോണ ടൈമിലാണ്. എനിക്കൊന്ന് മേജർ അതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ യൂസേജ് അത്രയ്ക്കൊരു വലിയൊരു ലെവലിൽ ഉണ്ടായിരുന്നില്ല. കൊറോണ ടൈമിൽ പേഷ്യൻസിന് ക്ലിനിക്കിലോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല കൂടുതലും ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നതിൽ മെജോറിറ്റിയും പ്രായമായവരാണ്. അപ്പോൾ ഈ കൊറോണ ടൈമിൽ പുറത്തിറങ്ങുമ്പം ഒരു ഇൻ കേസ് ഒരു എന്താ പറയുക റിസ്ക് എലമെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വീട്ടിലിരുന്ന് ആക്ച്വലി ഈ പറഞ്ഞ ഫൈൻ ട്യൂണിങ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ടെലി ഓഡിയോളജി വഴി. കൊറോണയ്ക്ക് ശേഷം പിന്നെ തിരിച്ച് ഓൾമോസ്റ്റ് ഒരു നോർമൽ ലെവലിലേക്ക് വന്നു. അതായത് പേഷ്യൻസ് ഫൈൻ ട്യൂൺ ചെയ്യണമെങ്കിൽ തിരിച്ച് ക്ലിനിക്കിൽ വരുന്നത് അതൊരു പേഴ്സണൽ ബന്ധവും കൂടെ ആയിരിക്കാം. അപ്പം ആ ഒരു ഇതിലോട്ടും വന്നു. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം നമ്മളെത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആ ഒരു ഇൻറ്റഗ്രേഷനാണ് വന്നേക്കുന്നത്. ഹിയറിംഗ് എയ്ഡ്സിൽ AI ഒരുപാട് ലെവൽ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നല്ലൊരു ശതമാനം ലെവലിൽ AI ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം റിയൽ ടൈം ആയിട്ട് നമുക്ക് അതൊക്കെ മേ ബി ഇൻ ഫ്യൂച്ചർ വരുമായിരിക്കാം. ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻസ്, റിയൽ ടൈം ട്രാൻസ്ലേഷൻസ് വരാം ഹിയറിംഗ് എയ്ഡ്സിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 കമ്പനീസിൽ ഓൾറെഡി നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ അല്ലെങ്കിൽ കണക്ടിവിറ്റിയുടെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഓറാകാസ്റ്റ് എന്ന് പറയും, ഇന്ത്യയിൽ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതലും പുറത്താണുള്ളത്. ഓറാകാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീമിംഗ് തന്നെയാണ്, വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. ഓറാകാസ്റ്റ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഇന്നിപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആണ്, എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഓറാകാസ്റ്റ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ പൊതുവെ ഇപ്പോൾ കുറവാണ്. ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇന്ത്യയിൽ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രീതിയിൽ ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അവിടുത്തെ അനൗൺസ്മെൻറ്റ്സ് കേൾക്കുക. ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ഓറാകാസ്റ്റ് ബ്ലൂടൂത്തിൻ്റെ ഒരു നെക്സ്റ്റ് കൈൻഡ് ഓഫ് വേർഷനാണ് വെർഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് ഓറാകാസ്റ്റ്. അപ്പം അതിനകത്ത് നമുക്ക് ഇപ്പം ഒരു തിയേറ്ററിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡ്സിൽ വരുന്ന രീതിയിലാണ് ഓറാകാസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പോൾ ഒരു വയർലെസ് നെറ്റ്വർക്ക്, ഇപ്പോൾ വൈഫൈ നെറ്റ്വർക്ക് പോലെയാണ്. അപ്പം ഞാനൊരു വൈഫൈ മോഡം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തിയേറ്ററിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലത്തെ ഒരു ഓറാകാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൂപ്പ് ഉണ്ടാകും. അതിനകത്ത് പോകുമ്പം ഈ പേഷ്യൻസിന് ഹിയറിംഗ് എയ്ഡ് കോമ്പാറ്റബിൾ ആണെങ്കിലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡ്സിലോട്ട് വരും. ഒരു പബ്ലിക് പ്ലേസസിലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും അതിന് വരുന്നുണ്ട്. എനിക്കൊന്ന് നമ്മൾ കഴിഞ്ഞ തവണ ഊഹയ്ക്ക് പോയപ്പോഴത്തേനും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു അവിടെ. ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് ഈ ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഹിയറിംഗ് എയ്ഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സാധാരണക്കാർക്കും അത് ഉപയോഗം വരും. കാരണം എക്സാക്ട്ലി നമ്മളിപ്പോൾ അറിഞ്ഞൂടാത്തൊരു രാജ്യത്ത് പോകുന്നു, വേണ്ട അടുത്ത സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും എനിക്ക് ആ ഭാഷ അറിയില്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് പോയാൽ മതില്ല, റിയൽ ടൈം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കണക്റ്റ് ആയില്ലേ ആ ഒരു ജനങ്ങളുമായിട്ട്. എക്സാക്ട്ലി അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം മെറ്റയുടെ കുറേ ഐ ഗ്ലാസ് വെയേഴ്സ് വരുന്നുണ്ടല്ലോ. അപ്പം അതിനകത്തും വരാം, എനിക്കറിയില്ല. എന്നാലും ഇപ്പം ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ലൈവ് ട്രാൻസ്ലേഷൻസ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്തിൻ്റെ മോണിറ്റേഴ്സ്, അങ്ങനെയെല്ലാം കൂടെ വരാം. ഇപ്പം ഹാർട്ട് റേറ്റ് നോക്കുന്നതായിരിക്കാം. പിന്നെ അതുപോലെ അതിൻ്റെ ഡിസൈൻസ് കുറച്ചും കൂടെ ചെറുതാവാം. ബാറ്ററീസിൻ്റെ റൺ ടൈം ലോങ് ആകാം. കുറച്ചും കൂടി ചെറുതാവും തോറും എന്താ പറയുക, ഹിയറിംഗ് എയ്ഡ്സ് കുറച്ചും കൂടി ഇൻവിസിബിൾ ആവുന്നു പുതിയ ടെക്നോളജീസ് വരുമ്പം. ഇപ്പോഴത്തെ ഹിയറിംഗ് എയ്ഡ്സിന് തന്നെ നമുക്ക് അവർ പറയുന്ന അതിൻ്റെ ഓരോ ചിപ്പ് സെറ്റിനും എത്രയോ മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേം കൂടി ഇതൊക്കെ പ്രൈമറി പർപ്പസിനെ, ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സൗണ്ട്സ് കേൾക്കുക എന്നുള്ളതാണല്ലോ. അതുകൂടാതെ വരുന്ന ആഡഡ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ബ്ലൂടൂത്ത് റീചാർജബിലിറ്റി, ഈ പറയുന്ന ഓറാകാസ്റ്റ്, അങ്ങനത്തെ എല്ലാം കൂടെ വരുന്നത്.
അപ്പം ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരും. അറ്റ് ദി സെയിം ടൈം ഹോപ്പ്ഫുള്ളി പുതിയ പുതിയ ഡിസൈൻസ് വരാം, സൈസ് ചെറുതാകാം, ബാറ്ററിയുടെ റൺ ടൈംസ് ചേഞ്ച് ആകാം, അങ്ങനെ ഇതെല്ലാം വരുന്നുണ്ടാവും. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ പ്ലാസ്റ്റിക്സ് എല്ലാം കുറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഗ്രീൻ മെറ്റീരിയൽസ് കൊണ്ട് ഇത് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ മാനുഫാക്ചറിങ് മേ ബി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ തുടങ്ങിയത്, ആൻഡ് ദിസ് ഈസ് വെർ വി സ്റ്റാൻഡ്, ആൻഡ് ദിസ് മൈറ്റ് ബി ദി എന്താ പറയുക ഫ്യൂച്ചർ. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ടെക്നോളജി ഓരോ ദിവസം ചേഞ്ച് ആകുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്നത് ടെലി ഓഡിയോളജി തന്നെയാണ്. പക്ഷേ എന്തുമാത്രം ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉറപ്പ്. നമുക്ക് ബേസിക്കലി ഒരാളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിൻ്റെ അത്ര ഒരു തൃപ്തി നമുക്ക് നോർമലി ടെലി ഓഡിയോളജി വഴി ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം പക്ഷേ ഇൻ്റർനെറ്റും വേണം അതുപോലെ ഫാസ്റ്ററായിട്ടുള്ളത്. ഇതാണ് വരുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ ഒരുപാട് തവണ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോഴും ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്, എൻക്വയറി വരുമ്പോൾ. ഈവൻ ക്ലിനിക്കിൽ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം ചെന്ന് ചോദിക്കുന്നത്, നമുക്ക് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? പുറത്തൊട്ടും കാണാതെ ചെവിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞു മെഷീന് എത്ര രൂപയാകും? അത് ഇവിടെ ഉണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും ഇതിന് എത്ര രൂപയാകും? അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുമോ? ഇൻവിസിബിൾ ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ്. ദർ ആർ മൾട്ടിപ്പിൾ ടൈപ്സ്. അതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഇൻവിസിബിൾ ഇൻ ദ കനാൽ, അല്ലെങ്കിൽ IIC നമ്മൾ പറയും. ഏറ്റവും ചെറുതാണത്. അതിന് ആർക്കും യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയാം, അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എസ്പെഷ്യലി നമ്മുടെ ഹിയറിംഗ് ലോസിൻ്റെ ലെവൽ. സൈസ് കുറയും തോറും ബേസിക്കലി പറയുകയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ പവർ കുറയും, അല്ലെങ്കിൽ സൈസ് കൂടുന്തോറും പവർ കൂടുന്നു. അപ്പം ഈ ഇൻവിസിബിൾ ഇൻ ദി കനാൽ ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ ആ ഹിയറിംഗ് എയ്ഡിന് പവർ കൊടുക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇൻവിസിബിൾ ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് മാക്സിമം ഒരു 70 to 80 dB ഡെസിബൽ ലോസ് വരെയാണ് മാക്സിമം പോകാൻ പറ്റുന്നത്. എഗെയിൻ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ കനാലിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതെല്ലാം ആണ് അതിൻ്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. എന്നാലും ജനറലി ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നമുക്ക് കനാൽ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി IIC അല്ലെങ്കിൽ ഇൻവിസിബിൾ ഇൻ ദി കനാൽ അല്ലാതെ അതിൻ്റെ തൊട്ട് മുകളിൽ സൈസ് വരുന്ന ഒരു ഹിയറിംഗ് എയ്ഡാണ് CIC എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഏർലി പ്രൊഫൗണ്ട് വരെയൊക്കെ നമുക്ക് എപ്പോഴും CICs യൂസ് ചെയ്യാൻ പറ്റും. അവിടം വരെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മാക്സിമം പവറാണ് ഞാനീ പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITCs ഉണ്ട്. ITCs എന്ന് പറഞ്ഞാൽ ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ്. അതായത് നമ്മുടെ ഈ ചെവിയുടെ ഈ ഒരു കോങ്ക വരെ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കും. ഒരു ബഡ്സ് ഹെഡ്ഫോൺ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ആയിരിക്കും ഒരു ITC ഇരിക്കുക. അതുകൊണ്ട് തന്നെ ITCയും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇന്ന് കംഫർട്ടബിളാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഹെഡ്ഫോൺസ് ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിലോ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ബഡ്സ് ഹെഡ്ഫോൺ ഇരിക്കുന്ന പോലെ തന്നെ നമുക്കും തോന്നുള്ളൂ. ഒരു ഹിയറിംഗ് എയ്ഡായിട്ട് ജനറലി ചിലപ്പോൾ അത് പെർസീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആൾക്കാർക്ക്. അപ്പം ITC ഹിയറിംഗ് എയ്ഡ്സ് വരുന്നുണ്ട്. ITC ഹിയറിംഗ് എയ്ഡ്സ് മുതലാണ് ആക്ച്വലി ഈ പറഞ്ഞ ബ്ലൂടൂത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്തിൻ്റെ ആൻറ്റന ചിപ്സെറ്റ് എല്ലാം വരുമ്പോഴത്തേനും ഹിയറിംഗ് എയ്ഡ്സിന് സൈസ് വരും. അപ്പം ഏറ്റവും ചെറിയ ഹിയറിംഗ് എയ്ഡ്സിൽ ബേസിക്കലി ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ ഹിയറിംഗ് എയ്ഡ്സിൽ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ആൻറ്റനാസ് ഒന്നും വരാത്തത്. റീചാർജബിലിറ്റിയും ആയി വരുന്നുണ്ട് ചെറിയ ഹിയറിംഗ് എയ്ഡ്സിലോട്ട്. ഇനി ഇത് കഴിഞ്ഞ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ് RIC. എല്ലാവർക്കും ഒരു പേഴ്സണൽ ചോയ്സ്, ഓവർ ദി ഇയേഴ്സ് നമുക്കൊരു പേഴ്സണൽ ചോയ്സ് വരുമല്ലോ. അപ്പം എൻ്റെ പേഴ്സണൽ ചോയ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് എപ്പോഴും RIC തന്നെയാണ്. ആസ് എൻ ഓഡിയോളജിസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് തരുന്നത്, അതുപോലെ തന്നെ പേഷ്യൻസിനും ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്യാതെ ഡിഫറെൻറ്റ് ഡോംസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്റ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് സൈസസിൽ അത് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് റിസീവേഴ്സ് എനിക്ക് എക്സ്ചേഞ്ചബിൾ ആണ് വരുന്നത്. അപ്പം ഇതാണ് RIC ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇത് ചെവിയുടെ പുറമേ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ട്വിൻ മൈക്രോഫോൺസ് വരാം. അപ്പം പിന്നെ ഞാനിതുവരെ കണ്ടേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിറ്റിങ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എപ്പോഴും RIC ഹിയറിംഗ് എയ്ഡ്സിൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ് വരുന്നതാണ് BT ഹിയറിംഗ് എയ്ഡ്സ്. BT ഹിയറിംഗ് എയ്ഡ്സിൽ തന്നെ ഡിഫറെൻറ്റ് പവേഴ്സ് വരുന്നുണ്ട്. മീഡിയം പവർ വരുന്നുണ്ട്, സൂപ്പർ പവർ വരുന്നുണ്ട്, അൾട്രാ പവേഴ്സ് വരുന്നുണ്ട്. അപ്പം ചില കമ്പനീസ് സൂപ്പർ പവർ എന്ന് പറയും, ചില കമ്പനീസ് അൾട്രാ പവർ എന്ന് പറയും. അതായത് ഇപ്പം ഏറ്റവും പവർ കൂടിയതാണ് ഈ പറഞ്ഞ അൾട്രാ പവർ അല്ലെങ്കിൽ സൂപ്പർ പവർ നമ്മൾ പറയുന്നത്. ഓരോ കമ്പനിക്ക് ഓരോ വേർഡ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്.
അപ്പം അൾട്രാ പവർ അല്ലെങ്കിൽ സൂപ്പർ പവർ എന്ന് പറയുമ്പോഴത്തേനും ഒരു 120, 110 ആ ഒരു റേഞ്ച് ഹിയറിംഗ് ലോസ് വരുമ്പോൾ നമ്മൾ 110 അല്ലെങ്കിൽ 115 dB ഹിയറിംഗ് ലോസ് വരുമ്പോഴാണ് നമ്മൾ ഈ ഇത്രയും പവർഫുൾ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും മാക്സിമം പവർ വന്നു കഴിഞ്ഞാലും അതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമുക്കിപ്പോഴും കണ്ടുപരിചയമുള്ള ഒരു BT ഹിയറിംഗ് എയ്ഡ്സ് ആണത് വരിക. സോ ബേസിക്കലി ഈ ഒരു കാണുന്ന ഹിയറിംഗ് എയ്ഡ് ഇതാണ് ഒരു അൾട്രാ പവർ അല്ലെങ്കിൽ സൂപ്പർ പവർ ഹിയറിംഗിൻ്റെ സൈസ് വരിക. ഓരോ കമ്പനിക്കും ഷേപ്പ് വ്യത്യാസം ഉണ്ടാകുന്നാലും സിമിലർ സൈസ് തന്നെയാണ് വരിക. ഇത് ചെവിയുടെ പുറമെയാണ് നമ്മൾ വെക്കുന്നത്. ഇതാണ് മാക്സിമം സൈസ് വരുന്നത് ബേസിക്കലി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ്. ഇനി ഇത് കൂടാതെ ചില കമ്പനീസിന് മൾട്ടിപ്പിൾ, ഇപ്പം നമുക്ക് നോർമലി എല്ലാ കമ്പനീസിലും നമുക്ക് ട്വിൻ മൈക്ക് ആണ് വരുന്നത്. ജനറലി ബേസ് മോഡൽസിലൊക്കെ നമ്പർ ഓഫ് മൈക്രോഫോൺസിൻ്റെ എണ്ണം കുറയും. ഓക്കെ, സിംഗിൾ മൈക്ക് ആയിരിക്കും വരിക. ചില കമ്പനീസ് നമുക്ക് മൂന്നാമതൊരു മൈക്രോഫോണിൻ്റെ ഓപ്ഷനും കൂടെ നമുക്ക് തരുന്നുണ്ട്. റിസീവറിൽ മൈക്രോഫോൺസ് വരുന്ന ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പം നോയ്സ് ക്യാൻസൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും തേർഡ് മൈക്രോഫോൺ വരുമ്പോൾ. അത് യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാലും കൂടുതലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന എപ്പോഴും കസ്റ്റം പ്രൊഡക്റ്റ് ഡിപ്പെൻസ്. എന്നാലും എൻ്റെ പേഴ്സണൽ ചോയ്സ് ഓഫ് ഹിയറിംഗ് എപ്പോഴും RIC ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ്, എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്നത് ഫിറ്റ് ചെയ്യാനും RIC തന്നെയാണ്. പക്ഷേ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഡൈന് ചോദിച്ച പോലെ തന്നെ കനാൽ പ്രൊഡക്ട്സ് അല്ല, ഏറ്റവും ചെറിയ പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവിസിബിൾ അല്ലെങ്കിൽ ഏറ്റവും ചെറുതാണ്, പുറമേ നമുക്ക് കാണാൻ നല്ല ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം അത് കാണണമെങ്കിൽ. അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജും അത് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ മെഷീൻ്റെ അകത്ത് സ്പേസ് കുറവാണ്. പക്ഷേ നമുക്ക് ഒരു മിനിമം സ്പേസ് വേണം താനും ഈ ഒരു ഹിയറിംഗ് എയ്ഡ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ. കാരണം അതിൻ്റെ അകത്ത് റിസീവേഴ്സ് വരാം, ചിപ്സെറ്റ്സ് വരാം, മൈക്രോഫോൺസ് വരാം, ആംപ്ലിഫയേഴ്സ് വരാം. ഇതെല്ലാം വരുമ്പോൾ ഒരു മിനിമം സ്പേസ് വേണം. അതുപോലെ തന്നെ ഈ കമ്പോണൻസ് തമ്മിലൊരു മിനിമം സ്പേസും നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഷോർട്ടായി പോവും, ഹിയറിംഗ് എയ്ഡ് ഡെഡ് ആവും. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേനും ഈ കനാൽ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിൻ്റെ സൈസ് തന്നെയാണ്. ഈ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോർമലി കനാൽ ഹിയറിംഗ് എയ്ഡ്സിൽ അല്ലെങ്കിൽ കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സിൽ ഇവർ നമ്പർ ഓഫ് മൈക്രോഫോൺസ് കുറയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം അവർ കട്ട് ചെയ്ത് കളയും. സോ ദാറ്റ് ഹിയറിംഗ് എയ്ഡ് ബിക്കം സ്മോളർ. അപ്പം സിംഗിൾ മൈക്രോഫോൺ ആയിരിക്കും മിക്കവാറും നല്ല CICസിലും IICസിലും എപ്പോഴും സിംഗിൾ മൈക്രോഫോൺസ് ആയിരിക്കും വരിക. സിംഗിൾ മൈക്രോഫോൺസ് നല്ലതാണ്, മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് എപ്പോഴും ഓംനി ഡയറക്ഷണൽ പാറ്റേൺ ആയിരിക്കും നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വൈസ് എപ്പോഴും ഹൈലൈറ്റായി നിൽക്കുന്ന എപ്പോഴും RICസും BTസും തന്നെയായിരിക്കും കനാൽ പ്രൊഡക്ട്സിനെ വെച്ചിട്ട്. അപ്പം ഓരോ പേഷ്യൻ്റെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഓഡിയോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പേഷ്യൻ്റെ അടുത്ത് സംസാരിക്കുമ്പം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവർക്ക് എന്താണ് വേണ്ടത് ആക്ച്വലി, അല്ലെ അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വെൻ യു ടോക്ക് ടു ദി പേഷ്യൻറ്റ്. ആ ഓഡിയോഗ്രാമും കൂടെ കാണുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഓക്കെ ഈ ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും ഇവരുടെ ഈ പ്രയോറിറ്റീസ് വെച്ചിട്ടും ഇവരുടെ ഓഡിയോഗ്രാം വെച്ചിട്ടും ഇവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വി ഗിവ് ദം ഒരു 3 ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ഐ വുഡ് ചൂസ് an RIC, ചിലപ്പോൾ BTs ആയിരിക്കും, മൂന്നാമതായിരിക്കും കസ്റ്റം വരുന്നത്. ഇനി കസ്റ്റം പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു പേഷ്യൻസിന് ഓഡിയോഗ്രാം നോക്കിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ കസ്റ്റം ആയിരിക്കും. നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അന്ന് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി ചില പേഷ്യൻസ് ഇങ്ങനത്തെയും പേഷ്യൻസ് ഉണ്ട്, അതായത് അവരുടെ ഓഡിയോഗ്രാം വെച്ചിട്ട് അവർക്ക് ആക്ച്വലി ഈ ഒരു കനാൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ആ ഒരു ഹിയറിംഗ് എയ്ഡ് അത്രയും പവർ ജനറേറ്റ് ചെയ്ത് കൊടുക്കില്ല. പക്ഷേ ചില പേഷ്യൻസ് സ്റ്റിൽ ഇൻസിസ്റ്റ് ചെയ്യും എനിക്ക് കനാൽ പ്രൊഡക്ട്സ് മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെയും പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെയുള്ളവരെ നമ്മൾ വി ടെൽ ദം ഇതിപ്പോൾ യൂസ് ചെയ്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, ഓക്കെ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഹിയറിംഗ് എയ്ഡ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും, നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു ഹെൽപ്പ്. അങ്ങനെ പറയുമ്പോൾ മാറുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ടു ഡു, അല്ലെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ദേ ഷുഡൻറ്റ് ഡു എന്നുള്ള ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിനെല്ലാം ദേ അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നായിരുന്നു. കുഞ്ഞി ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് മഴയത്ത് കളിക്കാൻ പോയപ്പോഴേക്കും ഹിയറിംഗ് എയ്ഡ് ഫുള്ളും വെള്ളമായി. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ മഴക്കാലം ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഏറ്റവും ഉപയോഗിക്കാൻ അനുയോജ്യമായത് ഏത് ടൈപ്പ് ഹിയറിംഗ് എയ്ഡാണ്? ഈ ഹിയറിംഗ് എയ്ഡ് ഇങ്ങനെ വെള്ളത്തിൽ വീണ് കേടാവുന്നത് ഒരു ഇടയ്ക്കിടയ്ക്ക് പല പേഷ്യൻ്റ് പറയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കേരളത്തിലെ കാലാവസ്ഥ എടുത്താൽ പൊതുവെ ഹ്യൂമിഡാണ്. നമുക്ക്
ചൂടുണ്ട്, തണുപ്പെന്ന് ഞാൻ പറയുന്നില്ല, മഴ ഉണ്ടാവാറുണ്ട്. അപ്പോഴും നമുക്കൊരു ഹ്യൂമിഡിറ്റി എപ്പോഴും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ടാവും. ഐഡിയലി ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വാട്ടർ പ്രൂഫ് ഹിയറിംഗ് എയ്ഡ്സ് തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് ഹിയറിംഗ് എയ്ഡ്സ്. ഇപ്പോൾ വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് മോസ്റ്റ് ഓഫ് ദം ആർ വാട്ടർ റെസിസ്റ്റൻറ്റ് തന്നെയാണ്. അതിനൊരു റേറ്റിംഗ് ഉണ്ട്, IP റേറ്റിംഗ് എന്നാണ് നമ്മൾ പറയുക, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ. അപ്പം IP68 ആണ് ഏറ്റവും കൂടിയ റേറ്റിംഗ്. ഇപ്പോൾ വരുന്ന ഫോൺസിനുൾപ്പെടെ, പ്രീമിയം ഫോൺസിനുൾപ്പെടെ വരുന്ന IP68 ആണ്. അതിൽ ഈ 68ൽ 6 ഡിനോട്ട് ചെയ്യുന്ന ഡസ്റ്റ് റിപ്പലൻസി ആണ്, അല്ല ഡസ്റ്റ് പ്രൂഫിംഗ് ആണ് ആ കാണിക്കുന്നത്. മാക്സിമം 6 തന്നെയാണ്. രണ്ടാമത്തെ ഡിജിറ്റായ 8 കാണിക്കുന്നത് വാട്ടർ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. തിയറിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ IP68 ആണ് ഏറ്റവും റേറ്റഡ് ഹിയറിംഗ് എയ്ഡ്സ്, ഈ പറഞ്ഞ വാട്ടർ പ്രൂഫ് നമ്മൾ പറയുന്നത്. ഇപ്പോഴത്തെ ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം വാട്ടർ പ്രൂഫ് തന്നെയാണ്. പക്ഷേ കമ്പനീസ് അത് പറയുമ്പോൾ ഒരു വാട്ടർ റെസിസ്റ്റൻസ് എന്നേ പറയാറുള്ളൂ. കാരണം ദർ ആർ സർട്ടൺ പോയിൻറ്റ്സ്, ഈ വാട്ടർ ഇൻലെറ്റ് ആകാനുള്ള ചാൻസസ് ഉള്ള പോയിൻറ്റ്സ് ചിലത് ഉണ്ടാവാം. അതുകൊണ്ടാണ് അവർ വാട്ടർ പ്രൂഫ് എന്ന് പറയാതെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് തന്നെ പറയുന്നത്. കേരളത്തിൽ യൂസ് ചെയ്യാൻ വാട്ടർ റെസിസ്റ്റൻസ് മതി. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻറ്റേർണൽ പാർട്സൊക്കെ കൊറോഡഡ് ആവാനുള്ള ചാൻസസും വരാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല പറയുന്നത്, ദർ ആർ ചാൻസസ്. പ്രത്യേകിച്ച് കുട്ടികൾ ഈ ഓട്ടവും ചാട്ടവും ബഹളവും ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് വേർക്കും. സാധാരണ നോർമലി ഈ നമ്മളൊരു അഡൾട്ട് വേർക്കുന്ന പോലെയല്ല, ഇവർ സ്കൂളിൽ പോകുമ്പോൾ നന്നായിട്ട് ഓട്ടവും ചാട്ടവും കളികളെല്ലാം ഉള്ളതുകൊണ്ട് നന്നായിട്ട് വേർക്കും. അപ്പം ഈ ഹിയറിംഗ് എയ്ഡ്സിനകത്തോട്ടും ഈ പറഞ്ഞൊരു വാട്ടർ കണ്ടൻറ്റ് അല്ലെ സ്വെറ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കുട്ടികളുടെ ഹിയറിംഗ് എയ്ഡ്സ് വാട്ടർ പ്രൂഫ് ആയിരിക്കും തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികളുടെ ഹിയറിംഗ് എയ്ഡ്സിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെയിൻ്റനൻസ് ആണ്. നോർമലി അഡൾട്ട്സ് ആണെങ്കിൽ അവർ നോർമൽ ഒരു യൂസേജ് കഴിഞ്ഞ് എടുത്ത് വെക്കും. കുട്ടികളാകുമ്പോൾ ഇത് താഴെ വീഴാനുള്ള ചാൻസസും കൂടുതലാണ്. എന്താണെന്ന് പറഞ്ഞാലും ഹിയറിംഗ് എയ്ഡ്സ് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ അകത്തെ കമ്പോണൻസിന് എന്തെങ്കിലും അനക്കം തട്ടുമോ അല്ലെങ്കിൽ ഡിസ്ലോഡ്ജ് ആകും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ആകാതെയും വരാം. അപ്പം എപ്പോഴും കുട്ടികളുടെ ഹിയറിംഗ് എയ്ഡ്സ് അവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്നും വരില്ല. അപ്പം പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്ത് വെക്കുക ഡെയിലി ഓൺ എ റെഗുലർ ബേസിസ്. കുട്ടികളുടെ ഹിയറിംഗ് എയ്ഡ്സ് എന്നും ക്ലീൻ ചെയ്ത് വെക്കുക. ഡീഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് തന്നെ വെക്കുക. ബാറ്ററി കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് ഓൺ എ ഡെയിലി ബേസിസ് അത് ക്ലീൻ ചെയ്യുക. വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ അവരുടെ സംസാരം ഡെവലപ്പ് ആവുന്നുണ്ടോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ. പറയാൻ പറ്റുന്ന കുട്ടികളുണ്ടാകും, പറയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ അത് പേരൻസ് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ വേറെ കാര്യം എന്ന് പറയാനുള്ളത്, റെഗുലറായിട്ട് അവരുടെ ഓഡിയോളജിനെ കണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നതും ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും.